ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഒരു ക്രിക്കറ്റ് ബാറ്റ് എങ്ങനെ ചൂസ് ചെയ്യാം, അല്ലെ അതിന്റെ വില്ലോയുടെ ഗ്രേഡ് അഥവാ ഗ്രേഡ്സ് അതിനെക്കുറിച്ചാണ്. അപ്പൊ അതിന്റെ ഉറവിടം കണ്ടോ? ഇതാണ് ഒരു പ്രോപ്പർ ഇംഗ്ലീഷ് വില്ലോ ട്രീ. ഇതിന്റെ വുഡ് കൊണ്ടാണ് ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുന്നത്. ആദ്യം അതിന്റെ ഗ്രെയിൻസിനെ കുറിച്ച് പറയാം. ഈ ഗ്രെയിൻസ് എന്ന് പറഞ്ഞാൽ ആ ഇത് നമ്മൾ മെഷർ ചെയ്യുന്നത് ഈ വില്ലോ ട്രീയുടെ പ്രായം അതനുസരിച്ചിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പറയല്ലേ കാതലുള്ള മരം, ഈ മരത്തിന്റെ കാതൽ എന്നൊക്കെ പറയും. ഒരു ഗ്രേഡ് 1 ബാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു 7 to 12 ഗ്രെയിൻസ് ആയിരിക്കും. അത് നല്ല പ്രോപ്പർ സ്ട്രെയിറ്റ് ലൈൻ. ആ ബാറ്റ് വളരെയധികം ഭംഗിയുള്ളതായിരിക്കും. കാരണം അവിടുത്തെ ഒരു ഡോട്ട്സോ മാർക്സോ ഒന്നും കാണത്തില്ല. അത് പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇന്റർനാഷണൽ പ്ലേയേഴ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അത് വെരി എക്സ്പെൻസീവ് ആണ് ആ സാധനം. ഓക്കെ, പിന്നെ ഒരു ഗ്രേഡ് 2 എന്ന് പറഞ്ഞാൽ 6 to 8 ഗ്രെയിൻസ് ആയിരിക്കും. ആ 6 to 8 ഗ്രെയിൻസും നല്ല സ്ട്രെയിറ്റ് ആണ്. പക്ഷെ അവിടുത്തെ സം ബ്ലാക്ക് ഡോട്ട്സ് കാണും. പിന്നെ അതിന്റെ എഡ്ജിലൊക്കെ സം റെഡ് മാർക്സ് കാണും. അതാണ് ഗ്രേഡ് 2 ബാറ്റ്. അത് കൗണ്ടി പ്ലേയേഴ്സ് അല്ലെ സ്റ്റേറ്റ് ലെവൽ പ്ലേയേഴ്സ്, ക്ലബ് പ്ലേയേഴ്സ് ഒക്കെ യൂസ് ചെയ്യും. പിന്നെ ഒരു ഗ്രേഡ് 3 ബാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 5 to 7 ഗ്രെയിൻസ് ആണ്. പക്ഷെ അതിന്റെ ഗ്രെയിൻസ് എന്ന് പറഞ്ഞ ഈ സാധനം അത് കുറച്ചു വളഞ്ഞതും അങ്ങനെ ചെരിവുകളൊക്കെ ഉള്ളതായിരിക്കും. കുറച്ച് വീതി കൂടിയതായിരിക്കും. അവിടുത്തെ സ്ക്രാച്ച് പോലത്തെ പാടുകൾ കാണും, അല്ലെ ബ്ലാക്ക് ഡോട്ട്സ് കാണും, റെഡ് ഡോട്ട്സ് കാണും. അതാണ് ഗ്രേഡ് 3 ബാറ്റ്. അതും നമ്മുടെ ക്ലബ് പ്ലേയേഴ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഒരു ഗ്രേഡ് 4 എന്ന് ആൻഡ് 5 എന്ന് പറയുന്നത് ഒരു 3 to 5 ഗ്രെയിൻസ് ആണ്. ഇത് നല്ല വീതിയുള്ള ഗ്രെയിൻസ് ആയിരിക്കും. പിന്നെ അവിടുത്തെ ഒത്തിരി ബ്ലാക്ക് മാർക്സുകളും റെഡ് പാച്ചസുകളും സ്ക്രാച്ചിങ് മാർക്കുകളും ഒക്കെ കാണും. അതും നമ്മുടെ ബിഗിനേഴ്സ് പ്ലേയേഴ്സ് എല്ലാം യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഒരു ബാറ്റിന് ഒരു പവർ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഗ്രേഡ് 3 ബാറ്റിലും ഗ്രേഡ് 2 ബാറ്റിലും അടിച്ചാലും നമ്മൾ ഇന്റർനാഷണൽ പ്ലേയേഴ്സ് മേക്ക് ചെയ്യുന്ന ഷോട്ട് മേക്ക് ചെയ്യാം. പക്ഷെ അത് ഒരു ബാറ്റ് മേക്കറുടെ കപ്പാസിറ്റി പോലെ ഇരിക്കും. അപ്പം അദ്ദേഹം പ്രോപ്പർ ആയിട്ട് ആ ബാറ്റ് പ്രസ് ചെയ്യുകയും അല്ലെങ്കിൽ ആ ബാറ്റിന്റെ നോക്കിംഗ് 10,000 to 20,000 നോക്കൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ല പവർഫുൾ ആയിട്ടുള്ള ബാറ്റ് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ ബാറ്റ് മേടിക്കുമ്പോൾ പോയി നോക്കി നല്ല ബാറ്റ് മേടിക്കുക, വഞ്ചിക്കപ്പെടാതിരിക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.